ഈ പുൽവാമ ദുരന്തത്തെക്കുറിച്ചോ സമരക്കാർ സംസാരിച്ചില്ല, കോക്രോച്ചുകൾ സംസാരിച്ചില്ല, പഹൽഗാമിനെ കുറിച്ച് സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇരിക്കുന്ന ഭരണാധികാരികൾ കോൺഗ്രസ് പാർട്ടിയെ അട്ടിമറിച്ച് വന്നതല്ല എന്ന് നിങ്ങൾക്ക് പറയാനൊന്നും കഴിയില്ല. നിങ്ങൾ അന്വേഷിച്ചിട്ടുമില്ല, കണ്ടെത്തിയിട്ടില്ല. അത് വലിയൊരു സംഭവമൊന്നുമല്ല. ഇരിക്കുന്ന ഭരണകൂടം തന്നെ ബോംബ് വെച്ചിട്ടോ പൊട്ടിച്ചിട്ടോ വന്നിരിക്കാം. നിങ്ങളത് മനഃശാസ്ത്ര പരിശോധന നടത്താനോ തെളിയിക്കാനോ തയ്യാറല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലഹളയുണ്ടാക്കും. അങ്ങനെ ഒരു വിധി വരുമ്പോൾ അതത്രയേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ നിയമം പാലിച്ച് വന്ന മാന്യന്മാരൊന്നുമല്ല, മനസ്സിലായോ? അതത്രയേ ഉള്ളൂ. ബോംബ് വെച്ചിട്ട് ടെററിസ്റ്റുകളിൽ നിന്ന് ഫണ്ട് മേടിച്ച് വന്ന വില്ലന്മാരാണ്, ഫണ്ട് മേടിച്ച് പോസ്റ്റ് റോട്ടിൽ വന്ന ബിരുദന്മാരാണ് നിങ്ങളുടെ ഭരണാധികാരികൾ. അവർ പാലം പണിതോ റോഡ് പണിതോ എന്ന് പറഞ്ഞിട്ട് വലിയ കഥയൊന്നുമില്ല. അതിൽ ഈ പണിയുന്നതിൻ്റെ ലാഭവും മെറ്റീരിയൽസ് എല്ലാം അവരുടെ പ്രൊഡക്റ്റാണ്. അത് അവരുടെ പ്രൊഡക്റ്റ് വിറ്റ് പോകാനും അവർക്ക് ലാഭം കിട്ടാനും അവർ ബിസിനസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു അമ്മാവ് നേരിട്ട് പട്ടയം പറിച്ച് കൊടുത്ത ഭൂമിയൊന്നുമല്ല, അത് ഓർമ്മയിരിക്കട്ടെ. ആർക്കും ഭൂമിയിൽ വലിയ അവകാശമൊന്നുമില്ല. എപ്പോൾ വിളിച്ചാലും എല്ലാവരും പോകണം, അത്രയൊക്കെ തന്നെ. പിന്നെ ഇന്ത്യൻ സംസ്കാരം ലോകത്തിൽ മൊത്തമായിട്ട് അടക്കി ഭരിക്കാമെന്ന് പറഞ്ഞിട്ട് സ്വപ്നമൊന്നും കാണണ്ട. സർവ്വരാഷ്ട്രങ്ങളും ചിലപ്പോൾ എതിരിട്ടെന്ന് വരും. ഹൈന്ദവ തീവ്രവാദം ആഗോള ഭീഷണിയാണ്, സർവ്വകോടി ജനത്തിനും പ്രതിസന്ധിയാണ്. പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും കൃത്രിമമായി സൃഷ്ടിച്ച് ലോകത്തിൻ്റെ അധികാരം പിടിച്ചു പറ്റാനുള്ള വ്യാമോഹം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്.